ഹായ്. ഇപ്പം നമ്മൾ ഇംഗ്ലീഷിലെ 3-ാമത്തെ യൂണിറ്റാണ് നമ്മളിന്ന് നോക്കുന്നത് കേട്ടോ. അപ്പം എല്ലാവർക്കും സുഖമാണല്ലോ. നമുക്ക് പാഠത്തിലേക്ക് കിടക്കാം കേട്ടോ. നമ്മൾ യൂണിറ്റിൻ്റെ നെയിം മ്യോ എന്നാണല്ലേ. പിന്നെ എന്ത് പറഞ്ഞിട്ടുണ്ട്? കംപ്ലീറ്റ് ദ ആക്ടിവിറ്റീസ് 1 to 12 ഇൻ വേവ്സ്. അപ്പം നമ്മൾ ഈ പാഠവുമായി ബന്ധപ്പെട്ട് ആക്ടിവിറ്റീസ് 12 ആക്ടിവിറ്റീസ് ഉണ്ട്. അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കത് യൂണിറ്റ് നോക്കാം. അപ്പോൾ ഫസ്റ്റ് പേജ് നോക്കൂ. ആരെയാണ് കാണുന്നത്? വാട്ട് ആർ യു സീയിങ് ദേർ? അവിടെ ഒരു ഡോഗാണല്ലേ. ഒരു ഡോഗ് എന്താ ചെയ്യുന്നത്? വാട്ട് ആർ യു ഡൂയിങ്? സ്ലീപ്പിംഗ് ആണല്ലേ. നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. താഴെ എന്താണ് പിക്ചർ ഉണ്ട്, എന്തോ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കാം കേട്ടോ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. അപ്പം എന്താ പറഞ്ഞിട്ടുള്ളത്? ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. ഒരു പപ്പിയുണ്ട്. പപ്പി സുഖമായിട്ട് ഉറങ്ങുകയാണല്ലേ. സ്ലീപ്പിംഗ് ഉറങ്ങുകയാണ്. എവിടെ ഉറങ്ങുന്നത്? ഓൺ എ മാറ്റ്. എന്തിൻ്റെ മുകളിലാണ്? ഓൺ എ മാറ്റ്. ഒരു മാറ്റിലാണല്ലേ. മാറ്റ് എവിടെയാണ് കിടക്കുന്നത്? നിയർ ദ സോഫ. സോഫയുടെ അടുത്തായിട്ടാണ് കിടക്കുന്നത്. ആ സോഫയുടെ അടുത്തുള്ള മാറ്റിൽ നമ്മുടെ പപ്പി സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പം ആ സമയത്ത് ഒരു സൗണ്ട് കേട്ടു. എന്തായിരുന്നു? നോക്കൂ. മ്യോ അല്ലേ. ഹി ഹിയർഡ് എ സൗണ്ട്. ഹി ഹിയർഡ് എ സൗണ്ട്. ഒരു ശബ്ദം കേട്ടു. വു സെഡ് മ്യോ. ആരായിരിക്കും മ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? ആരായിരിക്കും? യെസ്, ക്യാറ്റ് അല്ലേ. ദ ക്യാറ്റ്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അപ്പം എന്താവും സംഭവിക്കുക? നമ്മളെ പപ്പി സുഖമായിട്ട് ഉറങ്ങുകയാണ്. അപ്പോൾ ഒരു പൂച്ച കരയുന്ന ശബ്ദം കേട്ടു, സൗണ്ട്. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? അടുത്തത് എന്ത് സംഭവിക്കും? യെസ്, മേ ബി അല്ലേ. മേ ബി ചിലപ്പോൾ പപ്പി ഉണരൂല്ലേ. നമുക്ക് നോക്കിയാലോ. യെസ്. അപ്പോൾ ഒന്നും കൂടെ ഈ പാഠത്തിൽ എഴുതിയതൊന്ന് വായിക്കട്ടോ. ഒന്ന് വായിച്ച് നോക്കൂ തനിയെ. ദ പപ്പി വാസ് സ്ലീപ്പിംഗ് ഓൺ എ മാറ്റ് നിയർ ദ സോഫ. മ്യോ. He heard a sound. അല്ലേ? ഒക്കെ മനസ്സിലായല്ലോ. ഇനി വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? ഇപ്പം എന്താ ഇനി സംഭവിക്കുക? എന്ത് സംഭവിക്കും? എന്താ സംഭവിച്ചേ? നമ്മളെ പപ്പി എണീറ്റിട്ടുണ്ടല്ലേ. പപ്പി എന്നിട്ട് എന്താ ചെയ്യുന്നത്? തിരിഞ്ഞു നോക്കുന്നുണ്ട് ആണല്ലോ. ഇനി നമുക്കൊന്ന് വായിച്ച് നോക്കാം. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ എന്താ കൊടുത്തിട്ടുള്ളതെന്ന് കേട്ടോ. എന്താണ്? ദ പപ്പി റൈസ്ഡ് ഹിസ് ഹെഡ്. നെക്സ്റ്റ് ലൈൻ. ഹി ലുക്ക്ഡ് അറൗണ്ട്. ദ പപ്പി റൈസ്ഡ് ഹിസ് ഹെഡ്. ഹി ലുക്ക്ഡ് അറൗണ്ട്. അപ്പം എന്താ ചെയ്തത്? വാട്ട് യു ഡു? പപ്പി ചാടി എണീറ്റില്ലേ. എന്നിട്ടോ ദ പപ്പി റൈസ്ഡ് ഹിസ് ഹെഡ്. എന്താണ്? തലയൊക്കെ പൊന്തിച്ച് തിരിച്ച് നോക്കിയിട്ട് ഹി ലുക്ക്ഡ് അറൗണ്ട്. ചുറ്റും നോക്കി. എന്താ നോക്കുന്നത്? എവിടുന്നാ ശബ്ദം വന്നതെന്നല്ലേ. വാട്ട് വിൽ ഹി സീ? അപ്പം എന്താവും കണ്ടിരിക്കുക? ക്യാറ്റിനെ കണ്ടിരിക്കുമോ? എന്നാ ഒന്നും കണ്ടില്ല. ശബ്ദം കേട്ടു, ചുറ്റും നോക്കി. ബട്ട് ഹി കാൺട്ട് സീ എനിത്തിങ്. ഒന്നിനും കാണാൻ പറ്റിയില്ല. അപ്പം എന്ത് ചെയ്തു? പപ്പി എന്ത് ചെയ്തു? നോക്കൂ, അവിടെ വീണ്ടും കിടന്നു അല്ലേ. എന്നിട്ടോ നോബഡി ഈസ് ഹിയർ.
പപ്പി എന്ത് പറഞ്ഞു? ഹി സെഡ്, ഹോ നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരുമില്ല. ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗൈൻ. ഹീ സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗൈൻ. പപ്പി എന്ത് ചെയ്തു? വീണ്ടും ഉറങ്ങാൻ തുടങ്ങി. അപ്പം എന്ത് സംഭവിച്ചു? വീണ്ടും ശബ്ദം, മ്യാവ്. ആ അല്ലേ? അപ്പോൾ ഒന്നുകൂടെ വായിച്ച് നോക്കിയാലോ. ഹോ നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരുമില്ല. ഹി സ്റ്റാർട്ടഡ് സ്ലീപ്പിംഗ് അഗെയിൻ. മ്യാവ് അല്ലേ? അപ്പോൾ ആരെയും കാണാത്തതുകൊണ്ട് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പപ്പി വീണ്ടും ഉറങ്ങാൻ തുടങ്ങുന്നു. ആ സമയം വീണ്ടും ശബ്ദം. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? താഴെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? വാട്ട് വിൽ ദ പപ്പി ഡു നൗ? അപ്പോൾ പപ്പീനെ എന്ത് ചെയ്ത് കാണും? എന്ത് ചെയ്ത് കാണും? നമുക്ക് നോക്കിയാലോ. നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാട്ടോ. Who is there? ആസ്ക്ഡ് ദ പപ്പി. അപ്പം എന്താണ്? പപ്പി മാറ്റുന്നൊക്കെ എണീറ്റ് ആകെ തിരയാൻ സെർച്ചിങ്ങിലാണ്. ഓടി നടന്ന് തിരയാണല്ലേ. അവിടെ ചിത്രത്തിൽ കാണുന്ന എവിടെയാണ്? അവിടെ എന്താ? അണ്ടർ ദ ബെഡ്. ബെഡിൻ്റെ അടിയിൽ തിരയാണല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? ഹൂ ഈസ് ദർ? ആരാണ് അവിടെ? ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിക്കുകയാണ്, ആരാണ് അവിടെ? ഹൂ ഈസ് ദർ? ഹി ലോക്ക്ഡ് അണ്ടർ ദ ബെഡ്. ഹി ലോക്ക്ഡ് അണ്ടർ ദ ബെഡ്. അങ്ങനെ പറഞ്ഞിട്ട് കട്ടിൻ്റെ ചോട്ടാന്ന് കരുതിയിട്ട് അടിയിൽ നോക്കി. കണ്ടോ? നോ നോബഡി ഈസ് ഹിയർ. നോബഡി ഈസ് ഹിയർ. ആരും അവിടെ ഇല്ലായിരുന്നു. അപ്പം എന്താണ്? ഹൂ ഈസ് ദർ? അപ്പോൾ ആരാണ് അവിടെ ചോദിച്ചു. ആസ്ക്ഡ് ദ പപ്പി. ഹി ലോക്ക്ഡ് അണ്ടർ ദ ബെഡ്. നോബഡി ഈസ് ഹിയർ. വിൽ ഹി സീ ദ ക്യാറ്റ്? അപ്പോൾ ക്യാറ്റിനെ കാണുന്നുണ്ടോ? ചിത്രം നോക്കിയിട്ട് എന്ത് തോന്നുന്നു? നമ്മൾ കാണുന്നുണ്ടല്ലേ. വെർ ഈസ് ദ ക്യാറ്റ്? ഓൺ ദ ബെഡ്. ബെഡിൻ്റെ മുകളിൽ ക്യാറ്റ് ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മളെ പപ്പി എവിടെ തരുന്നത്? വെർ ഈസ് സെർച്ചിങ്? യെസ്, അണ്ടർ ദ ബെഡ്. ബെഡിനടിയിലാണല്ലേ. എന്നിട്ട് എന്താ പറയുന്നത്? നോബഡി ഈസ് ഹിയർ. ഇവിടെ ആരുമില്ലാന്ന്. നെക്സ്റ്റ് നമ്മളെ പപ്പി സെർച്ചിങ് നിർത്തിയോ? ഇല്ല അല്ലേ. ബെഡിനടിയിൽ നോക്കി, ബട്ട് എന്താണ്? കണ്ടില്ലല്ലേ. പിന്നെന്ത് ചെയ്തു? പിന്നെയോ? ഹീ സെർച്ച്ഡ്. എന്നാൽ വീണ്ടും തിരഞ്ഞു. എവിടെയെന്നറിയോ? അണ്ടർ ദ ടേബിൾ. എവിടെ? അണ്ടർ ദ ടേബിൾ. നോബഡി വാസ് ദർ. പിന്നെ എവിടെ തിരഞ്ഞത്? അണ്ടർ ദ ടേബിൾ. അവിടെ കണ്ടോ? ഇല്ല. നോബഡി വാസ് ദർ. അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയായിരുന്നു ക്യാറ്റ്? ഓൺ ദ ടേബിൾ അല്ലേ. പക്ഷേ നമ്മുടെ പപ്പി തിരഞ്ഞത് എവിടെയായിരുന്നു? അണ്ടർ ദ ടേബിൾ. ബട്ട് ഈ കാൺട്ട് സീ. കാണാൻ കഴിഞ്ഞില്ല അല്ലേ. ഇനി നമുക്കിതൊന്ന് വായിച്ച് നോക്കിയാലോ. മക്കൾ ഫിംഗർ വെച്ച് വായിക്കണം കേട്ടോ. നോക്കൂ എങ്ങനെ വായിക്കും. ദെൻ ഹി സെർച്ച്ഡ് അണ്ടർ ദ ടേബിൾ. നോബഡി വാസ് ദർ. Then he searched under the table. Nobody was there. അല്ലേ. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. എന്താണ്? Where is the cat now? Where is the cat now? The cat is on the table. അല്ലേ. The cat is on the table.
വിൽ ദ പപ്പി സീ ദ ക്യാറ്റ്? പപ്പി കാണുമോ എന്ന് തോന്നുന്നു. ആ മേ ഇല്ലല്ലേ, കണ്ടിട്ടില്ല. കാരണം നോബഡി വാസ് ദർ അണ്ടർ ദ ടേബിളിൻ്റെ അടിയിലാണ് നോക്കിയത്. ബട്ട് ഈ കാൺ ടു സീ, അത് കാണാൻ കഴിഞ്ഞില്ലല്ലേ. ക്യാറ്റ് എവിടെയായിരുന്നു? വെയർ ഇസ് ദ ക്യാറ്റ് നൗ? ക്യാറ്റ് ഈസ് ഓൺ ദ ടേബിൾ. ബട്ട് നമ്മുടെ പപ്പി സെർച്ചിങ് നിർത്തിയോ? ഇല്ല അല്ലേ. പപ്പി വീണ്ടും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എവിടെയാണ് പപ്പി? വിൻഡോൻ്റെ അടുത്താണല്ലേ. അവിടെ നിന്ന് എവിടേക്കാണ് നോക്കുന്നത്? പുറത്തേക്കല്ലേ. ഇനിയോ നമുക്ക് നോക്കാം. ഇപ്പം എന്താ പപ്പിയോട് ചെയ്യുന്നത്? He climbed onto the window and looked out. He climbed, കയറില്ലേ, ചാടി കയറി. എവിടേക്ക്? climbed onto the window, വിൻഡോയുടെ മുകളിലേക്കല്ലേ. ആൻഡ് ലുക്ക്ഡ് ഔട്ട്, എന്നിട്ട് എന്ത് ചെയ്തു? പുറത്തേക്ക് നോക്കി. അപ്പം എന്താ? he saw a rooster in the yard. അപ്പോൾ അവിടുന്ന് പുറത്തേക്ക് നോക്കിയപ്പോൾ എന്ത് കണ്ടു? പുറത്തെ യാർഡിൽ ഒരു റോസ്റ്റർ അല്ലേ, ഒരു കോഴിയില്ലേ, അത് നിൽക്കുന്നത് കണ്ടു. വാട്ട് വിൽ ദ പപ്പി ഡു? പപ്പി എന്തായിരിക്കും ചെയ്യുക? അതാണോ സൗണ്ട് ഉണ്ടാക്കിയേ? അല്ല അല്ലേ. അങ്ങനെയാണോ? അങ്ങനത്തെ സൗണ്ടാണ് കേട്ടേ? അല്ല. വാട്ട് വിൽ ദ പപ്പി ഡു? ഇനി എന്ത് ചെയ്യും? നമ്മളെ പപ്പി പൂവൻകോഴിയുടെ അടുത്തെത്തിയില്ലേ. അവിടെ ഇരുന്ന് എന്തോ ചോദിക്കുന്നുണ്ട്. എന്താ ചോദിക്കുന്നത്? ദ പപ്പി റാൻ ടു ദ റോസ്റ്റർ. അപ്പോൾ എന്താണ്? പപ്പി നമ്മളെ കോഴിയുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് എന്നിട്ട് ചോദിക്കുകയാണ്. എന്താ ചോദിക്കുന്നേ? ഹൂ സെഡ് മ്യോ? ആരാണ് മ്യോ എന്ന് ശബ്ദം ഉണ്ടാക്കിയത്? ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. ഹി ആസ്ക്ഡ് ദ റൂസ്റ്റർ. അപ്പോൾ പൂവൻകോഴിയോട് ചോദിച്ചു, ആരാണ് മ്യോ എന്ന് ശബ്ദം ഉണ്ടാക്കിയേ? ദ റൂസ്റ്റർ ഫ്ലാപ്ഡ് ഹിസ് വിങ്. അപ്പം എന്ത് ചെയ്തു? പൂവൻകോഴി തൻ്റെ ചിറകൊക്കെ അടിച്ചിട്ട് എന്ത് പറഞ്ഞു? ആൻഡ് സാങ്. ചിറകൊക്കെ കൊട്ടിയിട്ട് അത് പാടി. എന്താ പാടിയത്? കൊക്കോ ഡൂഡിൽ ഡൂൾ അല്ലേ. നമ്മൾ കൊക്കരകോ എന്ന് പറയില്ലേ, അതുപോലെ കൊക്ക് എ ഡൂഡിൽ ഡൂ. അങ്ങനെ നമ്മളെ പൂവൻകോഴി കൂവി കാണിച്ചു കൊടുത്തു. വേർ ആർ ദ പപ്പി ആൻഡ് ദ റോസ്റ്റർ. അപ്പോൾ ഒരു ഇതുണ്ടല്ലേ, വേർ ആർ ദ പപ്പി ആൻഡ് ദ റോസ്റ്റർ. എവിടെയാണോ രണ്ടുപേരും നിൽക്കുന്നത്? എവിടെയാണ്? യെസ്. അപ്പം നമ്മുടെ പപ്പിക്ക് നമ്മുടെ പൂവൻകോഴിയുടെ ശബ്ദം കേട്ടിട്ടൊന്നും സംശയം തീർന്നില്ല. ആകെ പപ്പി ഇതുവരെ തരഞ്ഞിട്ട് കണ്ടത് ഈ പൂവൻകോഴിയാണ്. അപ്പോൾ നമ്മളെ പപ്പിക്കൊരു സംശയം. വീണ്ടും മടിച്ച് ചോദിച്ചു. നമ്മൾ റൂസ്റ്ററിനോട് ചോദിച്ചു. എന്താ ചോദിച്ചത്? ക്യാൻ യു സേ മ്യോ? ക്യാൻ യു സേ മ്യോ? എന്താ ക്യാൻ യു സേ മ്യോ എന്ന് പറഞ്ഞാൽ? അതെനിക്ക് പറയാം, മ്യോ എന്ന് പറയാൻ പറ്റുമോ എന്ന് ആസ്ക്ഡ് ദ പപ്പി. പപ്പി ചോദിച്ചു, എനിക്ക് മ്യോ എന്നുള്ള ശബ്ദം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന്. അപ്പം എന്താ പറഞ്ഞു റൂസ്റ്റർ? ഐ കനോട്ട്, ഐ ഓൺലി സേ. ഐ കനോട്ട്, എനിക്ക് കഴിയൂല. ഐ കാണ്ട് എന്ന് പറയില്ല, ഐ കാണ്ട്, എനിക്ക് കഴിയൂല. ഐ ഓൺലി സേ, എനിക്ക് ആകെ പറയാൻ പറ്റിയ എന്താണ്?
കൊക്കോന്ന് ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. സെഡ് ദ റൂസ്റ്റർ. റൂസ്റ്റർ പറഞ്ഞു അല്ലേ, എനിക്ക് ഈ ഒരു സൗണ്ട് ഉണ്ടാക്കാനേ പറ്റുള്ളൂ എന്ന് റൂസ്റ്റർ പറഞ്ഞു. എനിക്ക് മ്യാവൊന്നും കഴിയില്ല, എനിക്ക് ഓൺലി ക്യാൻ എന്ത് പറ്റുള്ളൂ, കൊക്കോ എന്നുള്ള സൗണ്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. സെഡ് ദ റൂസ്റ്റർ. വാട്ട് വിൽ ദ പപ്പി ഡു നൗ? വാട്ട് വിൽ ദ പപ്പി ഡു ദെൻ? ഇനി എന്ത് ചെയ്യും? പപ്പി തെരച്ചിൽ നിർത്തിയോ? സെർച്ചിങ് നിർത്തിയോ? അതോ ആരാന്ന് തരിയോ? അടുത്ത പേജ് നോക്കാം കേട്ടോ. പേജ് നമ്പർ നെക്സ്റ്റ് പേജ് കേട്ടോ. യെസ്, നമ്മുടെ പപ്പി സെർച്ചിങ് ഒന്നും നിർത്തിയില്ല. അത് പോയി നോക്കുകയാണ്. എവിടെയാണ് നോക്കുന്നത്? ഒരു കൂടിൻ്റെ ഉള്ളിലേക്ക് നോക്കുക അല്ലേ. എന്നിട്ടോ ഒന്ന് വായിച്ച് നോക്കിയാലോ? ഓക്കെ, ഫിംഗർ വരയ്ക്കണേ. എന്താണ് ആദ്യം വായിക്കുന്നത്? മ്യാവ്. ദ പപ്പി ഹിയർ ദ സൗണ്ട് അഗെയിൻ. അപ്പം എന്താണ്? മ്യാവ്. ദ പപ്പി ഹിയർ ദ സൗണ്ട് അഗെയിൻ. പപ്പി വീണ്ടും കേട്ടു ശബ്ദം. ഹിയർ ദ സൗണ്ട് അഗെയിൻ. വീണ്ടും അഗെയിൻ എന്ന് പറഞ്ഞാൽ വീണ്ടും. എന്നിട്ടോ സെക്കൻഡ് ലൈന് നോക്കൂ. ഹി സോ എ കെനൽ നിയർ ബൈ. അപ്പോൾ പപ്പി എന്തുണ്ടു? തൊട്ടടുത്ത് ഒരു കെനലുണ്ട്. അവിടെ എന്താണ്? അടുത്ത് തന്നെ. ഇറ്റ് മസ്റ്റ് ബി ഹിയർ. എന്നിട്ട് പറയാണ് ഈ ശബ്ദം ഇറ്റ് മസ്റ്റ് ബി ഹിയർ, ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. സെഡ് ദ പപ്പി. പപ്പി പറഞ്ഞ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ശബ്ദം. ഹി വോക്ക്ഡ് ടു ദ കെനൽ. അങ്ങനെ ഈ കെനലിൻ്റെ അടുത്ത് വന്നിട്ട് നോക്കണം. ഇവിടെ നിന്നാണല്ലോ ശബ്ദം കേട്ടേ, ഇതിൻ്റെ ഉള്ളിൽ നിന്നാവും. ആരാവും? വസ്താർ. ആരാവെന്ന് പറഞ്ഞിട്ട് ആകാംക്ഷയോടെ വന്ന് നോക്കുകയാണ്. മെല്ലെ മെല്ലെ വന്ന് നോക്കുന്നത് കണ്ടോ? എവിടേക്കാണ് നോക്കുന്നത്? ബഹി ലുക്കിങ് ഇൻ ടു ദ കെനലിലെ കെനലിൻ്റെ ഉള്ളിലേക്കാണ് നോക്കുന്നത് പപ്പി. വെർ ഇസ് ദ ക്യാറ്റ് നൗ? ബട്ട് വെർ ഇസ് ദ ക്യാറ്റ് നൗ? അപ്പം നമ്മളെ ക്യാറ്റ് ഇപ്പോൾ എവിടെയാണ്? ഇൻ ദ കെനലാണോ? അല്ല അല്ലേ, എവിടെയാണ്? ക്യാറ്റ് ഈസ് ഓൺ ദ കെനൽ അല്ലേ. അപ്പോൾ കെനലിൻ്റെ മുകളിലാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. വോയിസ് ഇൻസൈഡ് ദ കെനൽ. അപ്പോൾ വോയിസ് ഇൻസൈഡ് ദ കെനൽ. ആരാണ് കെനലിൻ്റെ ഇൻസൈഡിലെ ഉള്ളിലുള്ളത്? ആരാവും? അറിയൂലല്ലേ, പക്ഷെ നമുക്കറിയാം. വോയിസ് ദ ഔട്ട്സൈഡ് ദ കെനൽ. ആരാണ് കെനലിൻ്റെ ഔട്ട്സൈഡിൽ? പുറത്താരൊക്കെയുണ്ട്? യെസ്, പപ്പി അല്ലേ ഔട്ട്സൈഡിൽ. അതെ, നമ്മളെ ക്യാറ്റ് എവിടെ നിൽക്കുന്നത്? മുകളിൽ, കെനലിൻ്റെ മുകളിലാണല്ലേ. ഓക്കെ, നെക്സ്റ്റ് വാട്ട് യു ഡു. ഇനി നമ്മൾ പപ്പി എന്താ ചെയ്യുക? എന്ത് ചെയ്യും? പപ്പി കാണുമോ? കെനസി കാണാൻ കഴിയുമോ പപ്പിക്ക്? നമുക്ക് നോക്കാം അല്ലേ. അപ്പോൾ കെനലിൻ്റെ ഉള്ളിൽ ആരാന്ന് നോക്കാം. ആരെങ്കിലും ഉണ്ടോ നോക്കാം. പിക്ചർ കണ്ടല്ലോ. ലുക്ക് അറ്റ് ദ പിക്ചർ. വാട്ട് യു സീ? രണ്ട് ഡോഗ് ഉണ്ടല്ലേ. പപ്പിയുണ്ട്, വേറെ ആരാണ്ട്? ഒരു ഡോഗ്. എന്താ പറയുന്നത്? നമുക്ക് നോക്കിയാലോ? വായിച്ച് നോക്കാം ഫസ്റ്റ്. ഹി സോ എ ഡോഗ് ഇൻ ദ കെനൽ. പപ്പി ശബ്ദം കേട്ടിട്ട് വന്ന് മെല്ലെ കെനലിൻ്റെ ഉള്ളിലേക്ക് നോക്കിയില്ലേ. വാട്ട് ഈ സോ? എന്താ കണ്ട്? ഹി സോ എ ഡോഗ് ഇൻ ദ കെനൽ. കെനലിൻ്റെ ഉള്ളിൽ ഒരു ഡോഗിനെ കണ്ടു. അപ്പോഴോ വാസ് ദാറ്റ് യു? അപ്പോൾ പപ്പി ചോദിക്കുകയാണ്, വാസ് ദാറ്റ് യു? അത് നീയാണോ? വാട്ട്? അപ്പോൾ ഡോഗ് ചോദിക്കണം, വാട്ട്? എന്ത്?
അപ്പോൾ നമ്മളെ പപ്പി പറയാണ് യു സെഡ് മ്യാവ് റൈറ്റ്, യു സെഡ് മ്യാവ് റൈറ്റ്, നീയല്ലേ പറഞ്ഞത് മ്യാവ് റൈറ്റ്, ശരിയല്ലേ? ഇപ്പോൾ ഡോഗ് എന്താ പറഞ്ഞു? മീ, ഞാനോ? ബൗ ഓ, ആർ യു ജോക്കിങ് പപ്പി? ഞാനോ? ബൗ ബൗ, ആർ യു ജോക്കിങ് പപ്പി? നീ എന്നെ കളിയാക്കുകയാണോ, നീ ജോക്കടിക്കുകയാണോ ചോദിക്കുകയാണ്. ദ ഡോഗ് ഗോട്ട് ആംഗ്രി. എന്നിട്ട് എന്ത് ചെയ്തു? നമ്മുടെ ഡോഗിന് ദേഷ്യം വന്നു അല്ലേ? ഒരു വലിയ ഡോഗിനോട് പോയിട്ട് ചോദിക്കുകയാണ്, നീയാണോ മ്യാവ് എന്ന് പറഞ്ഞ്. പക്ഷെ ഡോഗിന് ദേഷ്യം വന്നു. എന്താ ഡോഗ് പറഞ്ഞേ? ആ, മീ ബൗ ബൗ, ആർ യു ജോക്കിങ് പപ്പി? ദ ഡോഗ് ഗോട്ട് ആംഗ്രി അല്ലേ? അപ്പോൾ ആരാണ് ഹു ഗോട്ട് ആംഗ്രി? ആരാണ് ദേഷ്യപ്പെട്ടത്? ആ, ഡോഗ് അല്ലേ? വിൽ ഹി അറ്റാക്ക് ദ പപ്പി? പപ്പി അതങ്ങനെ എന്തെങ്കിലും ചെയ്യുമോ, അറ്റാക്ക് ചെയ്യുമോ? നമുക്ക് നോക്കാം കേട്ടോ. അപ്പം ഈ പേജ് ഒന്നുകൂടെ നമ്മൾ വായിച്ചു നോക്കാം. He saw a dog in the kennel. Was that you? What? You said meow, right? Me? Bow, bow. Are you joking, puppy? The dog got angry. അപ്പം ഇത്രയല്ലേ നമ്മൾ ഇതുവരെയാണ് നമ്മൾ തൽക്കാലം ഈ വീഡിയോയിൽ എടുക്കുന്നത്. നമുക്കതിൻ്റെ പാർട്ട് 2 അടുത്ത വീഡിയോയിലിടാം കേട്ടോ. ഓക്കേ.